കഥകളൊക്കെ ഇഷ്ടമല്ലേ? ഞാൻ 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 ഒരു കഥ നിങ്ങൾക്കായി പറഞ്ഞുതരാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ പറയാൻ പോണ കഥയുടെ പേര് താലന്ത്. ഒരു യജമാനൻ ദൂരത്തേക്ക് യാത്ര പോവാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പേ യജമാന്റെ 3 ദാസരെ മേടിച്ച താലന്തുകൾ നോക്കി. ഒരാൾക്ക് 5, മറ്റൊരാൾക്ക് 2, പിന്നെ ഒരു 1 നൽകി. എന്നിട്ട് യജമാനൻ ദൂരത്തേക്ക് യാത്ര പോകും. 5 കിട്ടിയ ദാസരെ വ്യാപാരം ചെയ്ത് 5 കൂടെ വെച്ച്. അപ്പം താലന്ത് 10 ആയി. 2 കിട്ടിയ ദാസനും അതേപോലെ വ്യാപാരം ചെയ്ത് 2 കൂടെ വെച്ച്. അപ്പം താലന്ത് 4 ആയി. 1 കിട്ടിയ ദാസൻ ഒരു കുഴിയെടുത്ത് മറച്ചു വച്ച്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം യജമാനൻ തിരികെ എത്തി. 5 താലന്ത് കിട്ടിയ ദാസനും 2 താലന്ത് കിട്ടിയ ദാസനും യജമാന്റെ അടുക്കൽ എത്തിച്ചേർന്നു. യജമാന് വളരെ സന്തോഷമായി. യജമാനെ അവരെ നല്ലതും വിശ്വസ്തനും ദാസനെ വിളിച്ച് യജമാന സന്തോഷത്തിൽ പങ്കാളിയാക്കി. 1 ദാസനും അവിടെ എത്തി. യജമാന്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് കിട്ടിയ താലന്ത് കളഞ്ഞു പോകാതിരിക്കാൻ നേരെ വിളിച്ച് മറച്ചു വെച്ചു. അപ്പൊ യജമാന് വളരെ ദേഷ്യം വന്നു. യജമാനെ ദുഷ്ടനും മടിയനുമായ ദാസനെ വിളിച്ചു യജമാനെ സന്തോഷത്തിൽ പങ്കാളിയാക്കാതെ പുറത്തുള്ള ഇരുട്ടിൽ തള്ളിയിട്ടു. നമുക്കും ദൈവം ഓരോ താലന്തുകൾ നൽകിയിട്ടുണ്ട്. പാട്ട് പാടാനുള്ള കഴിവ്, കഥ പറയാനുള്ള കഴിവ്, അങ്ങനെ പല താലന്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളും ആ ദാസന്മാരെ പോലെ